ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഒരു കുടുംബം കാലിഫോർണിയയിലൂടെ സഞ്ചരിക്കുന്ന രംഗങ്ങളാണ് കാണിക്കുന്നത്. 10 വയസ്സുള്ള മൈക്കിൾ, അവൻ്റെ മാതാപിതാക്കളായ നിക്ക്, ലില്ലി എന്നിവരായിരുന്നു ആ കുടുംബത്തിൽ ഉണ്ടായിരുന്നത്. നിക്കിൻ്റെ കുടുംബം പുതിയൊരു സ്ഥലത്തേക്ക് താമസം മാറി വന്നിരിക്കുകയാണ്. എന്നാൽ പുതിയ താമസ സ്ഥലത്തേക്ക് എത്തിയിരുന്ന മൈക്കിൾ എന്ന കുട്ടി അത്രയ്ക്കങ്ങ് സന്തോഷവാനല്ലായിരുന്നു. വീട്ടിലേക്കെത്തിയ നിക്കും ലില്ലിയും അത്താഴത്തിനായി മാംസാഹാരമാണ് പാകം ചെയ്തിരുന്നത്. ഇരുവരും അത് വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ മൈക്കിളിന് മാംസാഹാരം തീരെ അങ്ങ് ഇഷ്ടമല്ലായിരുന്നു. അവന് ഇരുട്ട് പേടിയായിരുന്നു. നിക്ക് പിന്നീട് മൈക്കിളിനെ അവൻ്റെ കിടക്കയിലേക്ക് കൊണ്ടുപോയി മൈക്കിളിനെ ഉറക്കാൻ കിടത്തിയതിനു ശേഷം നിക്കും ലില്ലിയും വീണ്ടും അടുക്കളയിലേക്ക് പോയി. ആ ഒരു രാത്രിയിൽ മൈക്കിൾ വിചിത്രമായൊരു സ്വപ്നം കണ്ടു. കിടക്കയിലേക്ക് ചാടിയവൻ രക്തം നിറഞ്ഞൊരു കുളത്തിലേക്ക് വീഴുകയും അവിടെ കിടന്ന് മുങ്ങി മരിക്കുന്നതുമായൊരു സ്വപ്നമായിരുന്നു അത്. പിറ്റേന്ന് രാവിലെ ലില്ലി പ്രഭാത ഭക്ഷണത്തിനായി ഇറച്ചിക്കറി തയ്യാറാക്കുകയാണ്. ഭീതിജനകമായ സ്വപ്നം കണ്ടിരുന്ന മൈക്കിൾ ഈ ഒരു സമയത്ത് പേടിച്ചരണ്ട് നിൽക്കുകയായിരുന്നു. രാത്രിയിൽ നിക്ക് മൈക്കിളിനെ ആ വീടിൻ്റെ ബേസ്മെൻറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. താനുണ്ടാക്കിയിരുന്ന വൈൻ ബേസ്മെൻറ്റിലെ ഷെൽഫിലേക്ക് മാറ്റാനായിരുന്നു നിക്ക് അങ്ങോട്ടേക്ക് ചെന്നിരുന്നത്. പിറ്റേന്ന് പുതിയ സ്കൂളിലേക്ക് എത്തിയ മൈക്കിളിനെ ടീച്ചർ ഏവർക്കും പരിചയപ്പെടുത്തി കൊടുത്തു. നിങ്ങളുടെ പുതിയ അറിവുകൾ കൂട്ടുകാരുമായി പങ്കുവയ്ക്കാനായി ടീച്ചർ കുട്ടികളോട് പറഞ്ഞു. ഈ ഒരു സമയത്ത് മൈക്കിൾ പൂച്ചയെ കൊന്ന് കത്തിക്കുന്ന വിചിത്രമായ കാര്യമാണ് പറഞ്ഞിരുന്നത്. ഇത് കേട്ട് ആരും തങ്ങളുടെ വളർത്തുമൃഗങ്ങളെ അപ്രകാരം ചെയ്യരുതെന്ന് ടീച്ചർ നിർദ്ദേശിച്ചു. അവിടെ പുതുതായി എത്തിയിരുന്ന മറ്റൊരു കുട്ടിയായ ഷീലയുമായി മൈക്കിൾ ചങ്ങാത്തത്തിലായി. അന്നു രാത്രിയിൽ അത്താഴം കഴിക്കുന്ന സമയത്ത് നിക്ക് മൈക്കിളിനെ കുറച്ച് മാംസാഹാരം കൊടുത്തെങ്കിലും മൈക്കിൾ അത് നിരസിച്ചു. ആ രാത്രിയിൽ ലില്ലി വിഷമത്തോടെ കിടന്നിരുന്ന മൈക്കിളിൻ്റെ റൂമിലേക്ക് ചെന്നു. മുകളിൽ നിന്നും ശബ്ദം കേൾക്കാറുണ്ടെന്ന് മൈക്കിൾ ലില്ലിയോട് പറഞ്ഞു. ഇത് കേട്ട് റൂഫിലൂടെയാണ് ഗ്യാസ് പൈപ്പുകൾ പോയിട്ടുള്ളതെന്ന് ലില്ലി അവന് മറുപടി നൽകി. അതോടെ മനുഷ്യ ശരീരഭാഗങ്ങൾ ഗ്യാസിലിട്ട് കത്തിക്കാമെന്നൊക്കെ മൈക്കിൾ പറയുകയാണ്. അതത്ര കാര്യമാക്കാതെ മൈക്കിളിനോട് ഉറങ്ങാൻ പറഞ്ഞുകൊണ്ട് ലില്ലി അവിടെ നിന്നും പോയി. ആ രാത്രിയിലും മൈക്കിൾ ഉറങ്ങാനാവാതെ ഉണർന്നിരിക്കുകയായിരുന്നു. വല്ലാത്ത ദാഹം തോന്നിയപ്പോൾ അവൻ വെള്ളം കുടിക്കാനായി അടുക്കളയിലേക്ക് പോയി. ഈ ഒരു സമയത്ത് അവൻ നിക്കും ലില്ലിയും ബന്ധപ്പെടുന്ന കാഴ്ച യാദൃച്ഛികമായി കാണാനിടയായി. ഈ ഒരു കാഴ്ച കണ്ട് മൈക്കിൾ ഭയചകിതനായി. പിന്നീട് ലില്ലി അവനെ അവൻ്റെ റൂമിൽ കൊണ്ടാക്കി. പിറ്റേന്ന് ക്ലാസ് ടീച്ചർ കുട്ടികളോട് അവർക്കിഷ്ടമുള്ള ചിത്രങ്ങൾ വരയ്ക്കാനായി പറയുകയാണ്. വിചിത്രമായ ചിത്രങ്ങളായിരുന്നു മൈക്കിൾ വരച്ചിരുന്നത്. അത് കണ്ട് ക്ലാസ് ടീച്ചർക്ക് എന്തോ പന്തികേട് തോന്നി. പിന്നീട് ടീച്ചർ ലില്ലിയെ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. മൈക്കിളിന് മാനസികമായി ചില പ്രശ്നങ്ങളുണ്ടെന്ന് സ്കൂൾ അധികൃതർ ലില്ലിയെ അറിയിച്ചു. എന്നാൽ അത് കാര്യമാക്കാതെ ലില്ലി ഇതെല്ലാം ചിരിച്ചു തള്ളുകയാണ് ചെയ്തത്. നിക്കിൻ്റെ സഹപ്രവർത്തകൻ്റെ മകളായിരുന്നു മൈക്കിളിൻ്റെ കൂട്ടുകാരിയായ ഷീല. പിറ്റേന്ന് സ്കൂളിലേക്ക് എത്തിയ അവനോട് മൈക്കിൾ വരച്ചിരുന്ന ചിത്രത്തെപ്പറ്റി സ്കൂളിലെ സൈക്കാട്രിസ്റ്റായ സൂസൻ മൈക്കിളിനോട് ചോദിച്ചറിയുകയാണ്. അവൻ ഉറങ്ങിക്കിടന്നിരുന്ന സമയത്ത് മാതാപിതാക്കൾ ബന്ധപ്പെടുന്ന ആ ഒരു രംഗത്തെക്കുറിച്ചായിരുന്നു അവൻ വരച്ചു വെച്ചിരുന്നത്. നിക്ക് ജോലി ചെയ്തിരുന്നത് ഒരു മോർച്ചറിയിലാണ്. അന്ന് നിക്ക് ടെസ്റ്റ് ചെയ്യാനായി മൃതശരീരത്തിൽ നിന്നും കരളിലെ ഭാഗം മുറിച്ചു തരാനായി തൻ്റെ സഹപ്രവർത്തകനോട് പറഞ്ഞിരുന്നു. അന്ന് രാത്രിയിലും അവർ ഇറച്ചി വിഭവം തന്നെയാണ് പാകം ചെയ്ത് കഴിച്ചിരുന്നത്. അവർ അടുക്കളയിൽ ഇറച്ചി പാകം ചെയ്യുന്ന കാഴ്ച ഭീതിയോടെ മൈക്കിൾ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അന്ന് ഒരത്താഴം കഴിക്കുന്ന സമയത്ത് ഈ ഇറച്ചിയെല്ലാം എവിടെ നിന്നാണെന്ന് മൈക്കിൾ തൻ്റെ രക്ഷിതാക്കളോട് ചോദിക്കുകയാണ്. ഇത് കേട്ട് ക്ഷുഭിതനായ നിക്ക് മൈക്കിളിനെ ഉറങ്ങാൻ അയച്ചു. ആ രാത്രിയിലും ഉറങ്ങാൻ കിടന്നിരുന്ന മൈക്കിൾ വീണ്ടും വിചിത്രമായൊരു സ്വപ്നം കാണാനിടയായി. അടുക്കളയിലെ സിങ്കിൽ അറ്റുപോയൊരു കൈ കിടന്ന് പടയുന്ന ഭീതിജനകമായൊരു സ്വപ്നമായിരുന്നു അത്. അവിടെ നിന്നും ഭയപ്പെട്ടോടുന്ന സമയത്ത് തൻ്റെ മാതാപിതാക്കൾ പരസ്പരം കടിക്കുന്നതായി അവന് തോന്നുകയാണ്. പിറ്റേന്ന് ഷീല മൈക്കിളിൻ്റെ വീട്ടിലേക്ക് വരികയും ഇരുവരും ഒരുമിച്ച് കളിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഷീല അവരുടെ ബേസ്മെൻറ്റിലേക്ക് പോവുകയും അവിടെ ഉണ്ടായിരുന്ന വീഞ്ഞെടുത്ത് ഫ്രിഡ്ജിലിരുന്ന് കുടിക്കുകയും ചെയ്തു.
അതിനകത്തായിരുന്നു നിക്ക് പാകം ചെയ്യാനുള്ള മാംസം സൂക്ഷിച്ചിരുന്നത്. ഇരുവരും ഫ്രിഡ്ജിനകത്തിരുന്ന് കളിക്കുന്നത് കണ്ട് അവിടേക്കെത്തിയ നിക്ക് അവരെ വഴക്കു പറഞ്ഞു. ഇനി മുതൽ നീ ഷീലയെ കാണരുതെന്നും പറഞ്ഞ് നിക്ക് മൈക്കിളിനെ വിലക്കി. പിറ്റേന്ന് രാവിലെ മൈക്കിൾ ഷീലയെ കാണാനായി അവളുടെ വീട്ടിലേക്ക് പോയി. ഈ ഒരു സമയത്ത് മൈക്കിളിൻ്റെ പിതാവിനെ എന്താണ് ജോലിയെന്നൊക്കെ ഷീല അവനോട് ചോദിക്കുകയാണ്. അതോടെ തൻ്റെ പിതാവിൻ്റെ ജോലിയുടെ കാര്യത്തിൽ മൈക്കിളിനും സംശയം തോന്നി തുടങ്ങുകയാണ്. അങ്ങനെ മൈക്കിൾ ആരും കാണാതെ നിക്കിൻ്റെ ജോലി സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. ഈ ഒരു സമയത്ത് മൃതദേഹങ്ങൾ ടെസ്റ്റ് ചെയ്തിരുന്ന ആ ഒരു സ്ഥലത്തേക്ക് നിക്കും എത്തുകയാണ്. ഈ സമയത്ത് നിക്കിൻ്റെ കയ്യിൽ ഒരു ബാഗുമുണ്ടായിരുന്നു. നിക്ക് മൃതദേഹങ്ങൾ പരിശോധിച്ച് അതിൽ ഫ്രഷായ ഒന്ന് തിരഞ്ഞെടുത്തു. ശേഷം നിക്ക് ആ മൃതദേഹത്തിൻ്റെ ശരീരം കീറി അതിൽ നിന്നും അവയവങ്ങൾ വേർതിരിച്ചെടുക്കുകയാണ്. ഈ ഒരു സമയത്ത് നിക്കിൻ്റെ കയ്യിൽ നിന്നും ഒരു കത്രിക താഴെ വീണിരുന്നു. അത് മൈക്കിലെടുത്ത് സൂക്ഷിച്ചു. ഈ സമയത്ത് നിക്ക് പുറത്തുനിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുകയും അവൻ്റെ ശ്രദ്ധ അവിടേക്ക് മാറുകയും ചെയ്തു. ഈ ഒരു തക്കത്തിന് മൈക്കിൾ അവിടെ നിന്നും ഓടിപ്പോയി. അന്നു രാത്രിയിൽ അത്താഴം കഴിക്കുന്ന സമയത്ത് ആ ഒരു കത്രിക മൈക്കിളിൻ്റെ കയ്യിൽ നിന്നും താഴെ വീണു. ആ കത്രിക കണ്ടതോടുകൂടി മൈക്കിൾ തന്നെ പിന്തുടരുന്നുണ്ടെന്ന് നിക്കന് മനസ്സിലായി. അന്ന് ഉറങ്ങാൻ പോയ മൈക്കിളിനെ ബേസ്മെൻറ്റിൽ എന്താണുള്ളതെന്നറിയാനായി ജിജ്ഞാസയായി. രാത്രിയേറെ വൈകി മൈക്കിൾ എഴുന്നേറ്റു. പിന്നീടവൻ രക്ഷിതാക്കളുടെ റൂമിലേക്ക് ചെന്ന് അവർ ഉറങ്ങുകയാണെന്ന് ഉറപ്പുവരുത്തി. ശേഷം അവൻ അവിടെ നിന്നും ബേസ്മെൻറ്റിലേക്ക് പോവുകയാണ്. രക്തം പുരണ്ടൊരു കത്തി അവിടെ ഇരിക്കുന്നത് കണ്ട് മൈക്കിൾ ഭയചകിതനായി. ഭീതിയോടെ പുറകിലേക്ക് നീങ്ങിയ അവൻ്റെ ദേഹത്ത് എന്തോ ഒന്ന് തട്ടി. അത് തൂക്കിയിട്ട നിലയിലുണ്ടായിരുന്ന ഒരു മനുഷ്യൻ്റെ കാലായിരുന്നു. അതോടുകൂടി മൈക്കിൾ തൻ്റെ മാതാപിതാക്കൾ നരഭോജികളാണെന്നുള്ള നിഗമനത്തിലേക്കെത്തി. ഭീതിയോടെ മൈക്കിൾ അവിടെ നിന്നും തൻ്റെ റൂമിലേക്ക് ഓടി. തിരിച്ചു വരുന്നവനെയും കാത്ത് നിക്ക് അവൻ്റെ കട്ടിലിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. നീ എവിടെയായിരുന്നുവെന്ന് നിക്ക് മൈക്കിളിനോട് ചോദിച്ചു. അതോടെ മൈക്കിൾ തൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന ചെറിയൊരു ഭക്ഷണപ്പൊതി നിക്കിനെ കൈമാറുകയാണ്. ഞാനിതെടുക്കാൻ അടുക്കളയിൽ പോയതായിരുന്നുവെന്ന് മൈക്കിൾ നിക്കിനോട് കള്ളം പറഞ്ഞു. നിക്കത് വിശ്വസിച്ചു. മൈക്കിളിനോട് ഉറങ്ങാൻ പറഞ്ഞുകൊണ്ട് നിക്ക് അവിടെ നിന്നും തിരിച്ചുപോയി. പിറ്റേന്ന് സ്കൂളിലേക്ക് എത്തിയ മൈക്കിൾ സൂസൻ്റെ പക്കലേക്ക് ചെന്ന് തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം അവളോട് പറയുകയാണ്. തൻ്റെ മാതാപിതാക്കൾ ബന്ധപ്പെടുന്ന രംഗങ്ങൾ അവർ പരസ്പരം കടിക്കുന്നതായാണ് മൈക്കിൾ സൂസനോട് പറഞ്ഞിരുന്നത്. ശേഷം മൈക്കിൾ ബേസ്മെൻറ്റിൽ അവൻ കണ്ടതായി തോന്നിയിരുന്ന ആ ഒരു സംഭവവും സൂസനോട് വിവരിച്ചു. അതെല്ലാം അവൻ്റെ തോന്നലാണെന്ന് അവന് മനസ്സിലാക്കി കൊടുക്കാനായി സൂസൻ മൈക്കിളിനൊപ്പം അവൻ്റെ വീട്ടിലേക്ക് ചെന്നു. സൂസൻ പിന്നീട് അവനെ അവൻ്റെ വീട്ടിലെ ബേസ്മെൻറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മൈക്കിൾ പറഞ്ഞിരുന്നതുപോലെ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. ആ വസ്തുതകൾ മൈക്കിളിനും ബോധ്യമായി. അതോടെ അതെല്ലാം തൻ്റെ സ്വപ്നമായിരിക്കുമെന്ന് മൈക്കിളും കരുതുകയാണ്. ഈ ഒരു സമയത്ത് സൂസൻ അവിടെ ഒരു എലിയെ കാണുകയും അവളതിനെ ഓടിക്കാനായി ശ്രമിക്കുകയുമാണ്. ഈ ഒരു സമയത്താണ് അവിടെ ഒളിച്ചു വെച്ചിരുന്നൊരു മൃതദേഹം ഇരുവരും കാണുന്നത്. ഇത് കണ്ട് സൂസൻ ഭയന്നു വിറച്ചലറി. ഈ ഒരു സമയത്ത് മൈക്കിളിൻ്റെ മാതാപിതാക്കൾ അവരുടെ വീട്ടിലേക്ക് മടങ്ങിയെത്തുകയാണ്. സൂസനെ അവിടെ ഇട്ട് പൂട്ടിക്കൊണ്ട് മൈക്കിൾ ബേസ്മെൻറ്റിൽ നിന്നും പുറത്തേക്കോടി. ഒരു വിധത്തിൽ സൂസൻ ബേസ്മെൻറ്റിൻ്റെ വാതിൽ തുറന്ന് മൈക്കിളിനെ തേടി അടുക്കളയിലേക്കെത്തി. പൊടുന്നനെ നിക്ക് സൂസനെ ആക്രമിക്കുകയും അവളെ അടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. ആ രാത്രിയിൽ നിക്കും ലില്ലയും ചേർന്ന് അവളുടെ ശരീരം പാകം ചെയ്തു. ഈ ഒരു കാഴ്ച കണ്ട് സഹിക്കാനാവാതെ മൈക്കിൾ നിക്കിനെ ആക്രമിച്ചു. ദേഷ്യത്തോടെ നിക്ക് മൈക്കിളിനെ അത്താഴം കഴിക്കുന്ന സമയത്ത് കസേരയിൽ കെട്ടിയിട്ടു. ശേഷം അവർ മൈക്കിളിനോട് അവർ പാകം ചെയ്തിരുന്ന ഭക്ഷണം കഴിക്കാനായി പറയുകയാണ്. അതോടെ കോപാകുലനായ മൈക്കിൾ നിക്കിനെ കുത്തി. കലിപ്പൂണ്ട നിക്ക് ദേഷ്യത്തോടെ മൈക്കിളിനെ കൊല്ലാനായി ശ്രമിക്കുകയാണ്. ഈ ഒരു സമയത്ത് മേശയിലുണ്ടായിരുന്ന മെഴുകുതിരി വീണ് കർട്ടനെ തീപിടിച്ചിരുന്നു. ലില്ലി നിക്കിനെ തടയാനായി ശ്രമിച്ചെങ്കിലും നിക്ക് മൈക്കിളിനെ കൊലപ്പെടുത്താനൊരുങ്ങുകയാണ്. അതോടെ ലില്ലി മകൻ്റെ ജീവൻ രക്ഷിക്കാനായി അടുക്കളയിൽ നിന്നും ഒരു കത്തിയെടുത്ത് നിക്കിനെ കുത്തി. തൊട്ടടുത്ത നിമിഷം തന്നെ രോക്ഷത്തോടെ നിക്ക് ആ കത്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ലില്ലിയെ കുത്തിക്കൊലപ്പെടുത്തി. പരിക്കേറ്റ നിക്ക് അതീവ ക്ഷീണിതനായിരുന്നെങ്കിലും അവൻ മൈക്കിളിനെ തിരയുകയാണ്. ക്ഷീണിതനായിരുന്ന നിക്ക് ഒരു ഗ്യാസ് ലൈനിൽ പിടിക്കുകയും അത് പൊട്ടി അവൻ താഴെ വീഴുകയും ചെയ്തിരുന്നു. അങ്ങനെ അവൻ വൈൻ ബോട്ടിലുകൾ വെച്ചിരുന്ന ഷെൽഫിൽ പിടിച്ച്
എഴുന്നേൽക്കാനായി ശ്രമിക്കുകയാണ്. ഈ സമയത്ത് ഷെൽഫ് തകരുകയും അത് അവൻ്റെ ദേഹത്തേക്ക് പതിക്കുകയുമാണ്. ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ അവിടെ മുഴുവൻ ഗ്യാസ് ലീക്കായി കഴിഞ്ഞിരുന്നു. അതിനാൽ തന്നെ പ്രാണരക്ഷാർത്ഥം മൈക്കിൾ അവിടെ നിന്നും പുറത്തേക്കോടി. ഈ ഒരു സമയത്ത് മെഴുകുതിരിയിൽ നിന്നും കത്തിപ്പിടിച്ചിരുന്ന തീ മുകളിൽ ആളിപ്പടരുന്നുണ്ടായിരുന്നു. താമസിയാതെ തന്നെ മൈക്കിളിൻ്റെ വീട് ഒരു അഗ്നിഗോളമായി മാറി. പിന്നീട് മൈക്കിൾ അവൻ്റെ മുത്തച്ഛനും മുത്തശ്ശിക്കും ഒപ്പമാണ് താമസിച്ചിരുന്നത്. ഉറങ്ങുന്നതിനു മുൻപ് അവർ മൈക്കിളിനെ ഒരു ഗ്ലാസ് പാലും വിചിത്രമായ മറ്റെന്തോ ഇറച്ചിയുമാണ് കൊടുത്തിരുന്നത്. അതോടുകൂടി മൈക്കിളിൻ്റെ മനസ്സിൽ വീണ്ടും ഒരു സംശയം കടന്നുകൂടുകയാണ്. അച്ഛനെ നരഭോജിയാക്കി മാറ്റിയത് ഇവരായിരിക്കുമോ എന്നുള്ളതായിരുന്നു മൈക്കിളിൻ്റെ സംശയം. ഈ ഒരു രംഗത്തോടു കൂടി ചിത്രം അവസാനിക്കുകയാണ്.